الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മാർഗത്തിലുള്ള ഈ യുദ്ധം സാലിഹായ അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം അത് ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലക്കാണ് നമ്മൾ സംസാരിക്കുന്നത്. അതല്ല എങ്കിൽ നമുക്കാർക്കും അറിയാത്ത, അതല്ലെങ്കിൽ മനസ്സിലാകാത്ത ഒരു കാര്യമല്ല. നമ്മളെല്ലാവരും 100% ഉറപ്പിച്ച, നമുക്ക് ദൃഢമായ ഉറപ്പുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. അല്ലാഹുവിൻ്റെ റസൂലെ, നിങ്ങൾ മുഅ്മിനീങ്ങൾക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. കാരണം ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് അത് അവർക്ക് ഉപകാരപ്പെടും. ദീനിൻ്റെ കാര്യങ്ങൾ അറിയുന്ന കാര്യങ്ങളാണെങ്കിലും ഓർമ്മ പുതുക്കുക, അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത് മുഅ്മിനീങ്ങളുടെ സവിശേഷതയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സൂറത്തുൽ അസ്റിൽ വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. സത്യം കൊണ്ട് പരസ്പരം വസിയ്യത്ത് ചെയ്യുന്ന ആളുകളാണ് മുഅ്മിനീങ്ങൾ. പരസ്പരം ഉപദേശിച്ചുകൊണ്ടേയിരിക്കുക, ഉപദേശം സ്വീകരിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ്. നമുക്കറിയുന്ന കാര്യമാണ്, മരണം അത് നമ്മളെ പിടികൂടുക തന്നെ ചെയ്യും. എന്തു തന്നെയാണെങ്കിലും നമ്മൾ ഒരിക്കൽ മരിക്കും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. കുല്ലുബ്നി ആദമ വഇൻ ത്വാലത് സലാമതുഹു യൗമൻ അലാ ആലതി ഹദ്ബാഅ മഹ്മൂലു. ഒരു ഉമ്മ പ്രസവിച്ച എത്ര കുട്ടികളുണ്ടോ, ഏതൊക്കെ മനുഷ്യരുണ്ടോ, അവർ എത്ര തന്നെ ദീർഘായുസ് അവർക്ക് ലഭിച്ചാലും ഒരിക്കൽ മയ്യത്തുകട്ടിലിൽ അവർ ചുമക്കപ്പെടും എന്നതാണ്. ഇപ്പൊ മരിക്കാത്തവരായി ആരും തന്നെ ഇല്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ആത്മാവും, എല്ലാ നഫ്സും മരണം രുചിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടുണ്ട്. അള്ളാഹു മരണം ഇല്ല എന്നൊരു കാര്യം നിശ്ചയിക്കുകയായിരുന്നെങ്കിൽ അത് ഏറ്റവും ലഭിക്കാൻ അർഹതയുള്ളത് ആർക്കാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. പക്ഷെ അവിടുന്ന് മരിച്ചു പോയിട്ടുണ്ട്, അവിടുന്ന് വഫാത്തായി. അള്ളാഹു പറഞ്ഞു, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ. അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് മരിക്കും, അവരും മരിക്കും. وما جعلنا لبشر من قبلك الخلد أفإن مت فهم الخالدون. അല്ലാഹു ഒരു മനുഷ്യനും എന്ത് ചെയ്തിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നോ ശേഷമോ ഒരാൾക്കും ഈ ദുനിയാവിൽ ശാശ്വതമായ ജീവിതം നിശ്ചയിച്ചിട്ടില്ല. എന്നിട്ട് അള്ളാഹു പറയണ അഫഇൻ മിത്ത, അള്ളാഹുവിൻ്റെ റസൂല്, താങ്കൾ മരിച്ചാൽ ഫഹുമുൽ ഖാലിദൂൻ, താങ്കളല്ലാത്ത മനുഷ്യർ പിന്നെ ഇവിടെ ശാശ്വതരായി ജീവിക്കും എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും മരണപ്പെടും. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗതു വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ മരണം കണ്ടുമുട്ടും. അത് ഭദ്രമായി ഉയർത്തപ്പെട്ട കോട്ടകളിൽ നിങ്ങൾ പോയി ഒളിച്ചിരുന്നാലും മരണം നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും. ഖുൽ ഇന്നൽ മൗതല്ലദി തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും.
അല്ലെ? മനുഷ്യന്മാർ പേടിച്ചോടുന്ന മരണം എന്നാണ് മരണത്തിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്. അല്ലേ? മരണം എന്ന് കേൾക്കുമ്പോൾ മരിക്കാൻ തയ്യാറായിട്ടുള്ള ആരാണുള്ളത്? ഇപ്പോൾ മരിക്കാൻ എനിക്കതിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇപ്പം ഞാൻ മരിക്കാൻ തയ്യാറാണ് എന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല, നമ്മളൊക്കെ ഭയപ്പെടുന്നുണ്ട്. ആ ഭയപ്പെടുന്ന മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. മരണം നിങ്ങളെ പിറകിൽ നിന്ന് വന്ന് പിടിക്കുന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ മുഖതാവിൽ നിങ്ങൾക്ക് നേർക്ക് നേർ നിന്നുകൊണ്ട് മരണം നിങ്ങളെ കണ്ടുമുട്ടും എന്നാണ് അള്ളാഹു പറഞ്ഞത്. വല്ലാത്ത പ്രയോഗമാണ് അത്. ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആലോചിച്ച് നോക്ക്. നമ്മളൊരു കാര്യത്തിനെ ഭയന്ന് ഓടുകയാണ്. ആ ഭയന്ന് ഓടുന്ന കാര്യം എന്തിനെ പേടിച്ചിട്ടാണോ നമ്മൾ ഓടുന്നത്, അത് തന്നെ നമ്മുടെ മുന്നിൽ വന്നെന്ന് അങ്ങനെ ഉണ്ടായി. നമ്മൾ ഈ മരണത്തിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മരണം നമ്മളെ കണ്ടുമുട്ടിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അതാണ്, നിങ്ങൾ ഭയക്കുന്ന മരണം അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഇന്നഹും യറൗനഹു ബഈദൻ വനറാഹു ഖരീബ. അത് വിദൂരമല്ല. അള്ളാഹു നമുക്ക് നിശ്ചയിച്ച അവധി അത് ഒട്ടും വിദൂരമല്ല. അത് നമ്മൾ ചിലപ്പോൾ വലിയ ദൂരത്തായി കണ്ടേക്കാം. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് എന്ന് നമ്മൾ ധരിച്ചേക്കാം. പക്ഷേ അത് വളരെ അടുത്താണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഇദാ അറാദല്ലാഹു അസ്സ വജല്ല ഖബ്ദ അബ്ദിൻ ബിഅർദിൻ ജഅല ലഹു ബിഹാ ഹാജ. അള്ളാഹു ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് ആരെയെങ്കിലും മരിപ്പിക്കാൻ തീരുമാനിച്ചാൽ ആ സ്ഥലത്ത് അവനൊരു ആവശ്യം അള്ളാഹു നിശ്ചയിച്ചു കൊടുക്കും. മനസ്സിലായോ ഹദീസിന്റെ അർത്ഥം? ഒരാളെ ഒരു പ്രത്യേക സ്ഥലത്ത് മരിപ്പിക്കണം എന്ന് അള്ളാഹു വിചാരിച്ചാൽ അവിടെ അവന് ഒരു ആവശ്യം അള്ളാഹു നിശ്ചയിച്ചു കൊടുക്കും. അല്ലെ? നമ്മൾ പറയാറില്ലേ, മരിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയതുപോലെ, അതല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് പോകേണ്ട ഒരാവശ്യമില്ലായിരുന്നു എന്ന് നമ്മൾ പറയാറില്ലേ? അള്ളാഹു എവിടെയാണോ നമ്മളെ മരിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് അവിടെയൊക്കെ നമുക്കൊരു ആവശ്യം അള്ളാഹു നിശ്ചയിച്ചു തരുമെന്നുള്ളതാണ്. അപ്പൊ നോക്കൂ, മരണം എന്നതിൽ ഒരു തർക്കമില്ല. എന്തെങ്കിലും തർക്കമുണ്ടോ മരണത്തിന്റെ കാര്യത്തിൽ? എന്തെങ്കിലും തർക്കം ആർക്കെങ്കിലും ഇടയിൽ? ബാക്കി ഏതൊക്കെ വിഷയങ്ങൾ എടുത്തു നോക്കി, എല്ലാ വിഷയത്തിലും തർക്കം. ഇസ്ലാമിന്റെ അടിസ്ഥാനമായ തൗഹീദിന്റെ വിഷയത്തിൽ വരെ തർക്കം. ഇനി ഭൗതികമായ കാര്യങ്ങൾ എടുത്തു നോക്ക്, അതിൽ തർക്കങ്ങൾ കാണാൻ സാധിക്കും. പക്ഷേ ഒരാളും തർക്കിക്കാത്ത, നേർബുദ്ധിയുള്ള ഒരുവനും തർക്കിക്കാത്ത കാര്യമാണ് മരണം. അതിലെന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? കാഫിറോ മുനാഫിഖോ ഫാസിഖോ എല്ലാവരും അതിൽ ഉറപ്പുള്ളവരാണ്. ഒരു കാഫിറും ഒരു മതമില്ലാത്തവരും ഇതിനെ നിഷേധിക്കുന്നില്ല. എല്ലാവരും മരിക്കും. യഥാർത്ഥത്തിൽ മരണം എന്ന് പറയുന്നത് ഒരു നിലക്ക് അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു അനുഗ്രഹമാണ്. മനുഷ്യന്മാർക്ക് അള്ളാഹു മരണം നിശ്ചയിച്ചു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ അവരങ്ങനെ മരിക്കാതെ അവരെ വാർദ്ധക്യത്തിൽ അങ്ങനെ കിടക്കുകയാണെങ്കിൽ എത്ര പ്രയാസമുള്ള കാര്യമായിരിക്കും അത്, അല്ലേ? അള്ളാഹു നിശ്ചയിച്ച ഓരോന്നിനും അള്ളാഹുവിന് ഹിക്മത്തുണ്ട്. മരണത്തിനെ കുറിച്ച് നമ്മൾ ആ നിലക്ക് ചിന്തിക്കണമെങ്കിൽ മരണം എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. അപ്പൊ മരണത്തിന്റെ വിഷയത്തിൽ ആർക്കും തർക്കമില്ല. ഖുർആനും സുന്നത്തും പറഞ്ഞു കൊടുത്ത് മരണത്തിന്റെ കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാൾക്ക് ആവശ്യമുണ്ടോ? മരണം എന്ന കാര്യം അവന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആവശ്യമുണ്ടോ? എല്ലാ ആളുകൾക്കും അറിയാം. പക്ഷേ അള്ളാഹു ഖുർആനിൽ എത്രയാണ് മരണത്തിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി തന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ എത്രയാണ് മരണത്തിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത്.
എന്തുകൊണ്ടാണ്? ഒരാൾക്കും സംശയമില്ലാത്ത ഈ വിഷയത്തിൽ ഇത്രയധികം അള്ളാഹു ഓർമ്മപ്പെടുത്തലുകൾ നൽകിയിട്ടുണ്ട് എങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിൽ മരണത്തിൻ്റെ കാര്യം തമാശ അല്ല, അത് ഗൗരവമുള്ള കാര്യമായതുകൊണ്ടാണ്. ആ മരണത്തിനെ ഏത് സമയത്തും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പൊ നോക്കൂ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്ന ആയത്ത്, എല്ലാ ആത്മാവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്ന ആയത്ത്, ആ ആയത്ത് തന്നെ അള്ളാഹു ഖുർആനിൽ 3 തവണ ആവർത്തിച്ചിട്ടുണ്ട്. 3 തവണ. ഇനി അതല്ലാത്ത മരണത്തിനെ കുറിച്ചിട്ടുള്ള ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്ന പരാമർശങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ മരണത്തിൻ്റെ കാര്യം വളരെ ഗൗരവമുള്ള കാര്യമാണ്. മരണത്തിൻ്റെ കാര്യം അത്രമേൽ ഗൗരവമുള്ളത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തിലൂടെ നമുക്ക് അതിനെക്കുറിച്ച് പഠിപ്പിച്ചു തന്നത്. ഇമാം അൽ ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, അജ്മഅത്തിൽ ഉമ്മത്തു അലാ അന്നൽ മൗത ലൈസ ലഹു സിന്നുൻ മഅലൂം വലാ സമനുൻ മഅലൂം വലാ മറദുൻ മഅലൂം لكي يستعد المرء على أهبة من ذلك وخوف. ഇമാം ഖുർത്തുബി പറയാണ്, അള്ളാഹു മരണത്തിനെ നിശ്ചയിച്ചിട്ടുള്ളത് ഏത് രൂപത്തിലാണ്? അതിന് പ്രത്യേക വയസ്സ് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടോ? ഇന്ന വയസ്സിൽ എല്ലാവരും മരിക്കും എന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടോ? ഇല്ല. അതിൽ ഇന്ന കാലഘട്ടത്തിൽ എല്ലാ ആളുകളും മരിക്കും എന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഒരു പ്രത്യേക രോഗം വന്നാൽ എന്ത് തന്നെ ആയാലും മരിക്കും എന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടോ? ഇല്ല. മരണത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു നിശ്ചയിക്കപ്പെട്ട ഒരു ദിവസമോ കാലമോ വയസ്സോ രോഗമോ ഒന്നും തന്നെയില്ല എന്ന വിഷയത്തിൽ മുസ്ലിമീങ്ങൾ എല്ലാവരും ഏകോപിച്ചിട്ടുണ്ട്. എന്തിനാ അള്ളാഹു മരണത്തിനെ അങ്ങനെ സംവിധാനിച്ചത്? എന്തിനായിരിക്കും? ഒരു അടയാളവും ഇല്ലാതെ, അതല്ലെങ്കിൽ ഒരു സൂചനയും ഒരു നിശ്ചയിക്കപ്പെട്ട ഒരു കാര്യവുമില്ലാതെ മരണം സംഭവിക്കും എന്ന രീതിയിൽ അള്ളാഹു മരണത്തിനെ നിശ്ചയിച്ചത് എന്തിനായിരിക്കും? എല്ലാ സമയത്തും അതിനുവേണ്ടി തയ്യാറായി ഇരിക്കുന്നതിന് വേണ്ടി, എല്ലാ സമയത്തും ഒരുവൻ ആ മരണത്തിനെ കുറിച്ചുള്ള പേടിയിൽ ജീവിക്കുന്നതിന് വേണ്ടി. മനസ്സിലായോ? ഒരുവൻ അവൻ ആരോഗ്യമുള്ള സമയത്തും അവൻ മരണത്തിനെ പേടിക്കണം, മരണത്തിനെ കാത്തിരിക്കണം. അങ്ങനെയെങ്കിൽ രോഗത്തിൻ്റെ കാര്യമാണെങ്കിലോ കൂടുതൽ എന്ത് ചെയ്യണം? ആ സന്ദർഭത്തിൽ അവൻ മരണത്തിനെ പേടിക്കുകയും മരണത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യണം, അതിനുവേണ്ടി തയ്യാറായിരിക്കണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തിനെ ഈ രൂപത്തിൽ സംവിധാനിച്ചത് ഏത് സന്ദർഭത്തിലും മരണത്തിന് വേണ്ടി തയ്യാറായി ആ പേടിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ഇമാം ഖുർത്തുബി അദ്ദേഹം പറയാണ്. അപ്പൊ മരണം എന്നുള്ളത് വളരെ സമീപത്താണ്. നമ്മൾ വിചാരിക്കേണ്ടതില്ല, എൻ്റെ വാപ്പ ഇത്ര പ്രായത്തിലാണ് മരിച്ചത്, എൻ്റെ വല്യപ്പ 90-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിച്ചത്, എൻ്റെ വാപ്പ ഇപ്പോഴും 10-70 വയസ്സായിട്ട് മരിച്ചിട്ടില്ല, അപ്പം ഞാനും ആ ഒരു കാലഘട്ടമൊക്കെ എത്തുന്നവരെ ജീവിക്കും എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. മരണം ചെരുപ്പിൻ്റെ വാറിനേക്കാൾ നമ്മളിലേക്ക് അടുത്തതാണ്. ചെരുപ്പിൻ്റെ വാറിനേക്കാൾ നമ്മളിലേക്ക് മരണം അടുത്തതാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മളെ ഈ യുവത്വം, നമ്മളുടെ ഈ ആരോഗ്യം, അതിൽ നമ്മൾ വഞ്ചിതരാകാൻ പാടില്ല. യുവാക്കൾ
അവരെത്രയാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പൊടുന്നനെയുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ, ആകസ്മികമായ അപകടങ്ങളിലൂടെയുള്ള മരണങ്ങൾ അത് നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാകണമെങ്കിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരാണ് ഈ കാലഘട്ടത്തിൽ പെട്ടെന്ന് മരിക്കുന്ന ചെറുപ്പക്കാരാണ്. നോക്കൂ, നിങ്ങൾ സമൂഹത്തിലേക്കൊന്ന് നോക്കിയാൽ പ്രായമുള്ള ആളുകൾ എത്ര നമുക്ക് കാണാൻ പറ്റും? ചെറുപ്പക്കാരെ അപേക്ഷിച്ച് പ്രായമുള്ള ആളുകൾ കൂടുതലാണോ കുറവാണോ? ചെറുപ്പക്കാരെ അപേക്ഷിച്ച് പ്രായമുള്ള ആളുകൾ കൂടുതലാണ് കുറവാണോ? കുറവാണ് അല്ലേ? അങ്ങനത്തെ എന്തല്ലേ? അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താ? വാർദ്ധക്യത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ മരണപ്പെടുന്നവരാണ് ഏറ്റവും കൂടുതലെന്നാണ്. മനസ്സിലായോ? ചെറുപ്പക്കാരേക്കാൾ കൂടുതൽ, പ്രായമുള്ള ആളുകളെക്കാൾ കൂടുതൽ ചെറുപ്പക്കാരാണ് എങ്കിൽ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പാടെന്താ? വാർദ്ധക്യത്തിൽ എത്തിപ്പെടുന്നതിന് മുമ്പ് മരണപ്പെടുന്ന ആളുകളാണ് ഏറ്റവും കൂടുതലെന്നാണ്. അപ്പോൾ ഒരു നിലക്കും നമ്മളുടെ യൗവനം, നമ്മുടെ യുവത്വം, നമ്മളുടെ ആരോഗ്യം നമ്മളെ വഞ്ചിക്കാൻ പാടില്ല. ഏത് സന്ദർഭത്തിലും നമുക്ക് മരണം വരാം. ഇന്നിപ്പോ ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഈ ദിവസം പൂർത്തീകരിക്കും, നാളെ നേരം പുലരാൻ നമ്മളിൽ എത്ര ആളുകൾ ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പുണ്ടോ? ഇമാമുന ശാഫിഈ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി, ഈ രാത്രി ഒന്ന് മറഞ്ഞു കഴിഞ്ഞാൽ നാളെ പുലർച്ചെയാകുമ്പോൾ നീ ജീവിക്കുമെന്ന് മനുഷ്യ നിനക്ക് ഉറപ്പുണ്ടോ? വകം മിൻ അറൂസിൻ സയ്യനൂഹാ ലിസൗജിഹാ വഖദ് ഖുബിദത് അർവാഹുഹും ലൈലത്തുൽ ഖദ്രി, എത്രയെത്ര മണവാട്ടിമാരാണ് അവരുടെ മണവാളന്മാർക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുള്ളത്. പക്ഷേ ആ വധൂവരന്മാർ ആഗ്രഹിക്കുന്ന രാത്രി എത്തുന്നതിന് മുമ്പ് അവർ മരിച്ചു പോയിട്ടുണ്ട്. അല്ലേ? എത്ര സംഭവങ്ങൾ നമ്മൾ കേട്ടു. വകം മിൻ സിഗാരിൻ യുർതജാ തൂലു ഉമരിഹിം വഖദ് ഉദ്ഖിലത് അജ്സാദുഹും ദുൽമത്തുൽ ഖബ്രി, എത്ര ചെറിയ കുട്ടികളാണ് അവരുടെ ദീർഘായുസ് പ്രതീക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലേ? മക്കൾ ചെറുതായിട്ടൊന്ന് വളരുമ്പം മാതാപിതാക്കൾക്ക് ആ മക്കളെ കുറിച്ചുള്ള പ്രതീക്ഷ എന്താ? എൻ്റെ മോന് വലുതായാൽ എൻ്റെ മോന് വലിയ മകനാകും, വലിയ പ്രായത്തിലെത്തും, വലിയ മകനാകും എന്ന ആശയും ചിന്തയും ആ കുട്ടിയുടെ ദീർഘായുസിനെ കുറിച്ചുള്ള ചിന്ത രക്ഷിതാക്കൾക്കുണ്ടാകും. പക്ഷേ ആ ആശകളും ആഗ്രഹങ്ങളും എല്ലാം അസ്തമിപ്പിച്ചുകൊണ്ട് ആ കുട്ടി പൊടുന്നനെ മരിച്ചുപോയി. ഖബറിന്റെ ഇരുട്ടറയിൽ ആ കുട്ടിയുടെ മൃതദേഹം വെക്കപ്പെട്ട കാഴ്ചകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. വകം മിൻ ഫതാ അംസാ വഅസ്ബഹ ളാഹിക വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി, എത്ര യുവാക്കളാണ് രാവിലെയും വൈകുന്നേരവുമായി അവർ ആഹ്ലാദത്തിലും കളിയിലുമാണ്. പക്ഷേ അവരുടെ കഫൻ പുടവ തുന്നിക്കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ അവരത് അറിയുന്നില്ല. അവർക്ക് വേണ്ടിയുള്ള കഫൻ പുടവ അപ്പുറത്ത് റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അത് ഈ സാധു അറിയുന്നില്ല. പെട്ടെന്ന് തന്നെ ഞാൻ മരിക്കുകയും ആ കഫൻ പുടവ എന്നെ പുതക്കപ്പെടുകയും എൻ്റെ ഖബറിലേക്ക് എന്നെ വെക്കപ്പെടുകയും ചെയ്യും എന്നത് അവൻ മനസ്സിലാക്കുന്നില്ല. തൊട്ടടുത്ത നിമിഷം മരിക്കും എന്നറിയാതെയാണ് പല മനുഷ്യന്മാരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ എപ്പോൾ മരിക്കും, എപ്പോൾ നമ്മളുടെ അവധി അത് അവസാനിക്കും എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഏത് സമയത്തും ആ മരണത്തിന് നമ്മൾ കാത്തിരിക്കുക, അതിനുവേണ്ടി തയ്യാറായിരിക്കുക, തൗബ ചെയ്ത് മടങ്ങുക, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, കുൻ ഫി ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ, ഈ ദുനിയാവിൽ നീ ഒരു യാത്രക്കാരനെ പോലെ ആകുക. എന്താ ദുനിയാവിൽ യാത്രക്കാരനെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ യാത്രക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പൊ ഞാൻ ഈ ഒരു യാത്രക്കാരനാണ്, ഈ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകും.
അതുപോലെയാണ് ഓരോ മുഅ്മിനും ഈ ദുനിയാവിനെ കാണേണ്ടത്. പെട്ടെന്ന് ഒഴിവാക്കി പോകാനുള്ളതാണ്, ഇത് സ്ഥിരതാമസത്തിനുള്ള സ്ഥലമല്ല എന്ന ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ഒരു അപരിചിതനെ പോലെ കഴിയണം. ഒരു അന്യനാട്ടിൽ ഒരാൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവന്റെ അവസ്ഥ? ആ അന്യനാട്ടിൽ എപ്പോഴും ജീവിക്കാൻ അവന് ഉദ്ദേശം ഉണ്ടാകുമോ? ഇല്ല. അവന്റെ യഥാർത്ഥ നാട്ടിലേക്ക് അവൻ തിരിച്ചു പോകാൻ അതിനുള്ള ധൃതിപ്പാടിലായിരിക്കും അവൻ എപ്പോഴും, അല്ലേ? അതുപോലെയാണ് നമ്മൾ ദുനിയാവിനെ കാണേണ്ടത്. ഇത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിച്ച വാക്കാണ്. അദ്ദേഹം ഇടക്ക് പറയും, ഇദാ അംസൈത ഫലാ തൻതദിരി സ്വബാഹ്, വൈകുന്നേരമായാൽ നീ അടുത്ത രാവിലെ പ്രതീക്ഷിക്കരുത്. വഇദാ അസ്ബഹ്ത ഫലാ തൻതദിരിൽ മസാ, രാവിലെയായാൽ വൈകുന്നേരത്തെ നീ പ്രതീക്ഷിക്കരുത്, കാത്തിരിക്കരുത്. അതിനു മുൻപ് നീ മരണപ്പെടാൻ സാധ്യതയുണ്ട്. വഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക, അതുകൊണ്ട് നിനക്ക് രോഗം വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യ കാലഘട്ടം നീ മുതലെടുക്കുക. വഫറാഗക ഖബ്ല ശുഗ്ലിക, നിനക്ക് തിരക്ക് വരുന്നതിന് മുമ്പ് നിന്റെ ഒഴിവു സമയം നീ വിനിയോഗിക്കുക. വഹയാതക ഖബ്ല മൗതിക, നിന്റെ മരണം നിന്നിലേക്ക് എത്തുന്നതിന് മുമ്പ് നിന്റെ ജീവിതം നീ മുതലെടുക്കുക. ദുനിയാവ് എന്ന് പറഞ്ഞാൽ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡും പോകുമ്പോഴും ദുനിയാവ് അവസാനിക്കുകയും പരലോകം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യാൻ. ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാലി വലി ദുനിയ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്താ ബന്ധം? മാ അന ഫി ദുനിയ ഇല്ലാ കറാകിബിൻ ഇസ്തദല്ല തഹ്ത ശജറത്തിൻ സുമ്മ നാമ വതറകഹ. ദുനിയാവിലെ എൻ്റെ ഉപമ എന്നാൽ ഒരു യാത്രക്കാരൻ യാത്രക്കിടയിൽ ഒരു മരത്തണൽ കാണുകയാണ്. ആ മരത്തണലിൽ അല്പം വിശ്രമിക്കുകയും ആ വിശ്രമം അവസാനിപ്പിച്ച് ആ തണൽ ഉപേക്ഷിച്ച് അയാൾ പോവുകയും ചെയ്യും. അതുപോലെയാണ് ഞാനും ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഓരോ സമയം ഓരോ ദിവസവും കഴിയും തോറും നമ്മൾ നമ്മുടെ ഖബറിലേക്ക് അവധിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇല്ലേ? ഒരു കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ ആയുസ്സിൽ ഒരു വർഷം കഴിഞ്ഞാൽ നമ്മളെന്താ പറയാറ്? എനിക്കൊരു വയസ്സ് കൂടി നമ്മൾ പറയും. യഥാർത്ഥത്തിൽ തെറ്റല്ലേ? നിന്റെ ആയുസ്സിൽ നിന്ന് ഒരു കൊല്ലം കുറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? നമ്മളെന്താ പറയാ? എനിക്കൊരു വയസ്സ് കൂടി കൂടിയിരിക്കുന്നു. ശരിയാണ്, ഒരു വയസ്സ് കൂടിയിട്ടുണ്ട്. ദുനിയാവിൽ നീ ജീവിച്ച കാലം അത് ഒരു വർഷം കൂടി കൂടിയിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ നിന്റെ ആയുസ് ഒരു കൊല്ലം കുറഞ്ഞിരിക്കുകയാണ്. ഒരു കൊല്ലം കൂടി ഖബറിലേക്ക് നീ അടുത്തിരിക്കുകയാണ്. ഈ ഒരു യാഥാർത്ഥ്യം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. മരിക്കുമ്പോൾ ദീനിനായി കൊണ്ടല്ലാതെ മരിക്കാൻ പാടില്ല, ഈമാനിലായി കൊണ്ടല്ലാതെ മരിക്കാൻ പാടില്ല. തിന്മകളിലും ഹറാമുകളിലും തോന്നിവാസങ്ങളിലുമായി സഹോദരങ്ങൾ നമ്മൾ മരണപ്പെടാൻ പാടില്ല. ഇസ്ലാമിലായി, ഈമാനിലായി, അള്ളാഹുവിനെ അനുസരിക്കുന്നവനായി നല്ല അന്ത്യമായിരിക്കണം നമ്മളുടേത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെടാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവൻ കൽപ്പിച്ച നിർബന്ധമായ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന, അവൻ വിലക്കിയ ഹറാമുകൾ ജീവിതത്തിൽ ഉപേക്ഷിക്കുന്ന ആളുകളായി കൊണ്ടല്ലാതെ നമ്മൾ മരണപ്പെടാൻ പാടില്ല. ഇതാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ. ഒരു കേവലം മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിനെ അംഗീകരിക്കുക, അള്ളാഹുവിന്റെ തൗഹീദിനെ അംഗീകരിക്കുക, അള്ളാഹു നിർബന്ധമാക്കിയ നിസ്കാരം പോലെയുള്ള നിർബന്ധമായ കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുക, അള്ളാഹു നിഷിദ്ധമാക്കിയ ഹറാമുകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. അതാണ് കേവലം ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ. മരണപ്പെടുമ്പോൾ കേവലം ചുരുങ്ങിയത് ഈ ഒരു അവസ്ഥയിലെങ്കിലും മരണപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഈ വിഷയത്തിൽ നമ്മൾ എവിടെയാണ് നമ്മൾ പരിശോധിക്കുക? നമ്മുടെ തൗഹീദിന്റെ വിഷയം,
എന്താണ് നമ്മളെ തൗഹീദിനെ കുറിച്ച് നമ്മളെ കാഴ്ചപ്പാട്? തൗഹീദിനെ കുറിച്ച് നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? തൗഹീദ് പാലിക്കുന്ന വിഷയത്തിൽ നമ്മൾ എവിടെയാണുള്ളത്? നിർബന്ധമായ കർമ്മങ്ങൾ, നിസ്കാരം പോലെയുള്ള നിർബന്ധമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ നമുക്ക് വീഴ്ചകളുണ്ടോ? നിസ്കാരം അത് 5 നേരം കൃത്യമായി അതിൻ്റെ സമയത്ത് ജമാഅത്തായി പള്ളിയിൽ പോയി നമ്മൾ നിർവഹിക്കുന്നുണ്ടോ? അതുപോലെ തന്നെയുള്ള അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ നമ്മൾ രക്ഷിതാക്കൾ, മാതാപിതാക്കളോട് നല്ല രൂപത്തിൽ പെരുമാറൽ, കുടുംബബന്ധം പുലർത്തൽ, അങ്ങനെയുള്ള അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ അത് നമ്മൾ വീഴ്ച വരുത്തുന്നുണ്ടോ? ഹറാമുകളുടെ കാര്യത്തിൽ നമ്മൾ എവിടെയാണ്? നമ്മുടെ ജീവിതത്തിൽ ഹറാമുകളുണ്ടോ? രഹസ്യമായ മേഖലകളിൽ നമ്മളിലേക്ക് തിന്മകൾ, മ്ലേച്ഛതകൾ അത് കടന്നു വരുന്നുണ്ടെന്ന് നമ്മൾ പരിശോധിക്കുക. അതൊന്നും ഇല്ലാത്ത രൂപത്തിൽ, ഹറാമുകളില്ലാത്ത രൂപത്തിൽ, വാജിബുകൾ പൂർത്തീകരിക്കുന്ന രൂപത്തിൽ അല്ലാഹുവിൻ്റെ തൗഹീദ് അംഗീകരിക്കുന്നവരായി നമ്മൾ മരണപ്പെടണം. അമ്പിയാക്കൾ അവരുടെ മക്കൾക്ക് കൊടുത്ത വസിയ്യത്താണ്. അവരുടെ മക്കൾക്ക് അമ്പിയാക്കൾ നൽകിയ വസിയ്യത്താണ്, ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അവർ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരണപ്പെടാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. നിങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക, പൂർണ്ണമായും ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക. ഇസ്ലാമിൻ്റെ ഏതെങ്കിലും വക്കത്ത് നിന്ന് ഞാൻ മുസ്ലിമാണ്, ഇത്രയൊക്കെ മതി, കൂടുതലൊന്നും ഇസ്ലാം വേണ്ട എന്നൊരവസ്ഥയിലാണ് ബഹുഭൂരിപക്ഷ ആളുകളും. എൻ്റെ സാമ്പത്തിക മേഖലയിലേക്ക് ഇസ്ലാമിനെ ഞാൻ പ്രവേശിപ്പിക്കുകയില്ല, അതല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അതിലൊന്നും ദീനിന് സ്ഥാനമല്ല, അതൊക്കെ ഞാൻ തോന്നിയ പോലെ, പക്ഷേ ഞാൻ മുസ്ലിമാണ്, മുസ്ലിം എന്നുള്ള ഐഡന്റിറ്റി മതി. അങ്ങനെ ഇസ്ലാമിൻ്റെ വക്കത്തു കൂടി നിൽക്കുന്ന ആളുകൾ, അവരോട് എന്താ പറയാനുള്ളത്? ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പരിപൂർണമായി നിങ്ങൾ പ്രവേശിക്കണം. നമ്മുടെ വിശ്വാസത്തിൽ, കർമ്മത്തിൽ, സ്വഭാവത്തിൽ, ഇടപാടുകളിൽ, നമ്മുടെ ഓരോ ചലനങ്ങളിലും ഇസ്ലാം ഉണ്ടായിരിക്കണം. അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളുകളായിരിക്കണം, അള്ളാഹുവിനെ ധിക്കരിക്കാത്ത ആളുകളായിരിക്കണം. അങ്ങനെയുള്ള ആളുകളാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ. അപ്പം ആ രൂപത്തിൽ പൂർണ്ണമായ ഇസ്ലാമിലായിക്കൊണ്ടേ നമ്മൾ മരണപ്പെടാൻ പാടുള്ളൂ. അങ്ങനെ നമ്മൾ മരണപ്പെട്ടിട്ടില്ല എങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് വലിയ ശിക്ഷയാണ്. ഒരു മനുഷ്യായുസ് മുഴുവൻ അല്ലാഹു നമുക്ക് ഈ ദുനിയാവിൽ മാറാനും ചിന്തിക്കാനും പഠിക്കാനും നൽകി. പക്ഷെ നമ്മൾ അത് ഉപയോഗപ്പെടുത്താതെ, യഥാർത്ഥ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാതെ, അള്ളാഹുവിനോട് ഒരുപാട് വീഴ്ചകൾ വരുത്തി, ദീനിൻ്റെ കാര്യത്തിൽ ഒരുപാട് വീഴ്ചകൾ വരുത്തി മരണപ്പെട്ടാൽ അത് വലിയ അപകടമാണ്. പിന്നീട് ഖേദിച്ചിട്ട് കാര്യമുണ്ടായിരിക്കുകയില്ല. അല്ല, മരണം മുന്നിലെത്തിയാലായിരിക്കും നമുക്ക് ചിന്ത ഉണ്ടാകുക. തഖൂല നഫ്സുൻ യാ ഹസ്റത അലാ മാ ഫറത്തു ഫീ ജംബില്ലാ. ഇസ്ലാം അറിയാം, ഇസ്ലാമിലേക്ക് ഒരുപാട് ആളുകൾ ക്ഷണിച്ചിട്ടുണ്ട്, ദീനിൻ്റെ കാര്യങ്ങളിലേക്ക് ഒരുപാട് ആളുകൾ ക്ഷണിച്ചിട്ടുണ്ട്, ഹറാമുകളിൽ നിന്ന് തടഞ്ഞിട്ടുണ്ട്, വാജിബുകൾ ചെയ്യാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ചെവി കൊടുത്തില്ല. പക്ഷേ അവസാനം മരണം വന്നപ്പോൾ ഒരുവൻ എന്താ പറയാ? യാ ഹസ്റത, എന്തൊരു കഷ്ടമാണിത്. അവൻ വിലപിക്കും, അലാ മാ ഫറത്തു ഫീ ജംബില്ലാ, അല്ലാഹുവിനോട് ഞാൻ ഒരുപാട് വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടല്ലോ, ഞാൻ ഒരുപാട് വീഴ്ചകൾ വരുത്തി. വഇൻ കുൻതു ലമിനസ് സാഖിരീൻ, എന്നെ ദീനിലേക്ക് ആളുകൾ വിളിക്കുമ്പോൾ ഞാൻ അവരെ പരിഹസിക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പം മരണം എത്തുമ്പോഴായിരിക്കും ഈ ഖേദം, ഈ കുറ്റബോധം ആളുകളുടെ മനസ്സിലുണ്ടായിരിക്കുക. മരണം മുന്നിലെത്തിക്കഴിഞ്ഞാൽ എന്താണ് ഉത്തരം ആളുകൾ പറയുക? പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കാത്ത, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മാനിക്കാത്ത, അവൻ്റെ വിലക്കുകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാത്ത ആളുകൾ അവരെന്താ പറയുക? റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അള്ളാഹുവേ, നേരായ വഴിയൊക്കെ എനിക്കറിയാമായിരുന്നു, പക്ഷേ ചെയ്യാൻ പറ്റിയില്ല, അശ്രദ്ധയിലായി കുറെ സഞ്ചരിച്ചു. അള്ളാഹുവേ,
ഈ സമയം എനിക്ക് കുറച്ചൊന്ന് സമയം നീട്ടിത്തന്നാൽ ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ, ഞാൻ അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകളോടൊപ്പം ജീവിച്ചോളാം. അപ്പൊ നോക്കൂ, കാര്യം അറിയാഞ്ഞിട്ടല്ല, നേരായ വഴി ഏതാണ് എന്ന് അറിയാഞ്ഞിട്ടോ മനസ്സിലാവാഞ്ഞിട്ടോ അല്ല, നേരെ മറിച്ച് അശ്രദ്ധയിലായി ജീവിച്ചു. മരണം മുന്നിലെത്തിയപ്പോൾ ഇനി അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞു. ചെയ്തു പോയ തിന്മകൾ ആലോചിച്ച് ഖേദമുണ്ടായി. അപ്പോഴാണ് അള്ളാഹുവിനോട് പറയുന്നത്, അള്ളാഹുവെ കുറച്ചൊന്ന് നീട്ടിത്തരണം. അപ്പോൾ നീട്ടിത്തരാൻ ചോദിച്ചാൽ നീട്ടി ലഭിക്കുമോ ആയുസ്? ഒരിക്കലുമില്ല. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഒരു സമയം, ഒരു നിമിഷം പോലും അവരുടെ അവധി അത് പിന്നിലേക്കോ മുന്നിലേക്കോ നീട്ടി ലഭിക്കുകയില്ല. തവഫത്ഹു റുസുലുനാ വഹും ലാ യുഫർരിത്തൂൻ. അവനവന് അള്ളാഹു നിശ്ചയിച്ച മരണത്തിന്റെ സന്ദർഭം അത് വന്നെത്തിക്കഴിഞ്ഞാൽ ആ റൂഹ് പിടിക്കുന്ന മലക്കുകൾ അവർ ഉടനടി അത് ചെയ്യും, അവനെ മരിപ്പിക്കും. അവർ അതിലെന്ത് ചെയ്യൂല, ഒരു വീഴ്ചയും വരുത്തുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ വിലപിക്കുന്ന ഒരു അവസ്ഥ എത്തുന്നത് വരെ നമ്മൾ കാത്തിരിക്കരുത്. പൂർണ്ണമായി അള്ളാഹുവിലേക്ക് സമർപ്പിക്കുന്ന, അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളുകളായി നമ്മൾ മാറുക. കുഫാറുകൾ, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകൾ, അവർ മലക്കുൽ മൗത്തിനെ കണ്ടാൽ അവർ പറയും, റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അള്ളാഹുവേ, എന്നെ ഒന്ന് മടക്കി തരണം, ഞാൻ വീഴ്ച വരുത്തിയ അമലുകളൊക്കെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് അവർ വിലപിക്കും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യൂല, അവർക്ക് നീട്ടിക്കൊടുക്കുകയില്ല. അള്ളാഹു പറയും, കല്ല, അതൊരിക്കലുമില്ല. അള്ളാഹു ചോദിക്കും, അവലം യുഅമ്മിരുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. ചിന്തിക്കാൻ ആവശ്യമായ സമയങ്ങൾ, മാറാൻ ആവശ്യമായ സമയം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ലേ? നിങ്ങളെ ദീനിലേക്ക് തിരിച്ചു വിളിക്കാൻ നിങ്ങളിലേക്ക് താക്കീതുകാരെ ഞാൻ അയച്ചിട്ടില്ലേ? എന്നിട്ടും അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ ആയുസ് നീട്ടിക്കൊടുക്കുകയില്ല. ഈ ഒരു വിലാപം ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഏത് സമയത്തും മരണത്തിനെ മുന്നിൽ കണ്ട് നമ്മൾ പ്രവർത്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സഹാബിയുടെ ജനാസയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിനരികിൽ ഒരുപാട് സമയം ഇരുന്നു. എന്നിട്ട് അവിടുന്ന് കരഞ്ഞു. ഹത്താ ബല്ല ثرى. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. അവിടുത്തെ ഇരിക്കുന്ന മണ്ണ് നനഞ്ഞു കുതിരുമാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. നോക്കുക, കരച്ചിലിൻ്റെ ഒരു രീതി നിങ്ങൾ നോക്കുക, കരച്ചിലിൻ്റെ ഒരു അവസ്ഥകൾ നോക്കൂ. നമ്മൾ കരഞ്ഞാൽ എത്ര കരയും? നമ്മൾ കരഞ്ഞാൽ എത്ര കരയും? നമ്മളെ വസ്ത്രം നനയോ നമ്മൾ കരഞ്ഞിട്ട്? നമ്മളെ താടി ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരച്ചിൽ, സ്വഹാബികളെ കരച്ചിൽ, ഒരു കരഞ്ഞ് താടി രോമം കുതിരുമാറി കരയും. അതല്ലെങ്കിൽ അവരിയ്ക്കുന്ന മണ്ണ് അത് നനയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മണ്ണ് അത് കുതിരുന്നത് വരെ കരഞ്ഞു എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, യാ ഇഖ്വാനി, അല്ലയോ സഹോദരങ്ങളെ, ലിമിസ്ലി ഹാദാ ഫഅഇദ്ദു, ഇതുപോലെയുള്ള ഒരു രംഗത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കണം. ഖബറിൽ കിടക്കാനുള്ള ഒരു രാത്രി നിങ്ങൾക്കും വരാനുണ്ട്. ആ ഖബറിന്റെ രംഗത്തിന് വേണ്ടി നിങ്ങൾ, ഇതുപോലെയുള്ള രംഗത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലു അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പരലോകത്തിലേക്കുള്ള യാത്രയിൽ ഇറങ്ങുന്ന ഒന്നാമത്തെ ഒരു ഭവനമാണ് ഖബർ. എന്നാൽ ആ ഖബറിൽ ആരെങ്കിലും വിജയിച്ചാൽ അതിനുശേഷമുള്ളത് വളരെ എളുപ്പമായിരിക്കും.
ആ ഖബറിൽ ആരെങ്കിലും പരീക്ഷിക്കപ്പെട്ടാൽ അതിനുശേഷമുള്ളത് വളരെ പ്രയാസമുള്ളതായിരിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഖബറിനേക്കാൾ ഭീതിജനകമായ മറ്റൊരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല. മരണവും ഖബറും തമ്മിൽ വലിയ ബന്ധമുണ്ട് സഹോദരങ്ങൾ. മരിച്ചാൽ നമ്മളെ കൊണ്ടുവെക്കുന്നത് ആ ഖബറിലാണ്. നമ്മൾ കണ്ടിട്ടുണ്ടോ ഖബർ? നമ്മൾ ഇന്ന് എത്ര വിശാലമായാണ് കിടക്കുന്നത്, എത്ര വിശാലമായാണ് വിശ്രമിക്കുന്നത്. ഈ വിശാലതൊന്നും ഖബറിലില്ല. അതൊരു ഇടുങ്ങിയ സ്ഥലമാണ്. മണ്ണിലാണ് നമ്മൾ കിടക്കുന്നത്. ഇഴജന്തുക്കൾ ഉണ്ടായേക്കാം, പ്രാണികൾ ഉണ്ടായേക്കാം, പുഴുക്കൾ ഉണ്ടായേക്കാം, ഒരുപാട് ഇരുട്ടുണ്ടായേക്കാം, ചൂടുണ്ടായേക്കാം. അങ്ങനെയുള്ള ഒരു ഖബറിലേക്കാണ് നമ്മളെ ഇറക്കി വെക്കുന്നത്. ഇറക്കി വെക്കുക തന്നെ ചെയ്യും. ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും ഉറപ്പായി അത് വരും. അത് ചിലപ്പോൾ എത്രയും പെട്ടെന്നാകാം. അപ്പൊ അവിടെ ഖബറിൽ നമുക്ക് സുഖമായി കിടക്കണമെങ്കിൽ, സുഖമായി വിശ്രമിക്കണമെങ്കിൽ നമ്മൾ മാറണം, നന്നാകണം, അല്ലാഹുവിലേക്ക് മടങ്ങണം. ഫഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു. അല്ലാഹുവിലേക്ക് താഴ്മയോടുകൂടി നിങ്ങൾ മടങ്ങണം. അവനിൽ എല്ലാം നിങ്ങൾ സമർപ്പിക്കണം. അവനനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. മരണം വന്നെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവസരമല്ല. അതുകൊണ്ട് നാളെ മാറാം, ഇനി സമയമുണ്ടല്ലോ, നാളെ എന്ന് വിചാരിച്ച് നമ്മൾ നീട്ടിക്കൊണ്ടു പോകരുത്. നന്മകൾ അത് നീട്ടിവെക്കൂ. അതിൽ തിന്മകളിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങാൻ അത് നീട്ടിവെക്കുന്നു. അങ്ങനെ നീട്ടിവെക്കരുത്. അത് ശൈത്താനിന്റെ ഏറ്റവും വലിയ കുതന്ത്രമാണ്. നാളെ ചെയ്യാം, പിന്നെ ചെയ്യാം, പിന്നെ മാറാം, ഇനിയും സമയമുണ്ടല്ലോ എന്ന ചിന്ത ശൈത്താനിന്റെ ഏറ്റവും വലിയ കുതന്ത്രമാണ്. അങ്ങനെ മാറാം, തൗബ ചെയ്യാം എന്ന് വിചാരിച്ച് കിടന്നുറങ്ങി എത്ര ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. തൗബ ചെയ്യാൻ സാധിക്കാതെ എങ്ങാനും സഹോദരങ്ങളെ നമ്മൾ മരണപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? തിന്മകളുമായി, ഹറാമുകളുമായി, അള്ളാഹുവിൻ്റെ ബാധ്യതകളോട് ഒരുപാട് അശ്രദ്ധയും കുറവും വരുത്തിക്കൊണ്ട് നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ പരലോക ജീവിതം അത് സുരക്ഷിതമായിരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. അതുകൊണ്ട് ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ജനങ്ങൾക്ക് അവരുടെ വിചാരണ ആസന്നമായിരിക്കുന്നു, എന്നാൽ അവരാകട്ടെ അശ്രദ്ധയിൽ തിരിഞ്ഞു കളഞ്ഞിരിക്കുകയാണ്. വിചാരണ ആസന്നമാകുക എന്ന് പറഞ്ഞാൽ എന്താ? മരണം അടുത്തിരിക്കുന്നു എന്നാണ്. മരണത്തോടുകൂടി ഒരുവന്റെ വിചാരണ തുടങ്ങുകയാണ്, അല്ലേ? മരണത്തോടുകൂടി ഒരുവന്റെ പരലോക ജീവിതം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നാളേക്ക് വേണ്ടി എന്താണ് നിങ്ങൾ കയ്യിൽ കരുതിയത് എന്ന് പരിശോധിക്കുകയും ചെയ്യുക. ഇവിടെ നാളേക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ എന്താ? പരലോകത്തേക്ക് വേണ്ടി എന്നാണ്. പരലോകം നാളെയാണോ? നോക്കൂ, അള്ളാഹു എത്രത്തോളം പരലോകത്തിന്റെ കാര്യം അടുപ്പിച്ചു പറഞ്ഞു. നാളെ എന്നാണ് അള്ളാഹു പരലോകത്തിനെ കുറിച്ച് നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്. അത്രയും അടുത്താണ് പരലോകം. ഇന്ന് ഒരുവൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ പരലോകം അതോടുകൂടി തുടങ്ങുകയായി. പരലോകം അത്രയും അടുത്താണ്. സ്വർഗവും നരകവും അത്രയും അടുത്താണ്. ഒരുവൻ മരണപ്പെട്ടാൽ ഏറെക്കുറെ അവന് ബോധ്യമാകും അവന്റെ പോക്ക് സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്നുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് തീരുമാനിക്കാൻ അവസരമാണ്. ആ പോക്ക് സ്വർഗത്തിലേക്കാകണോ നരകത്തിലേക്കാക്കണോ എന്ന് തീരുമാനിക്കാൻ ഇപ്പോൾ നമുക്ക് സാധിക്കും. മരണപ്പെട്ടതിന് ശേഷം പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല. മരണത്തിന്റെ യാഥാർത്ഥ്യം നമ്മൾ ചിന്തിക്കുക. എന്താണ് മരണം എന്ന് പറഞ്ഞാൽ? അല്ല, മരണത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മളെ മരണത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. മരണത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആളുകൾ എന്തൊക്കെയാണ് ചിന്തിക്കുക? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യമാർ, അതല്ലെങ്കിൽ എൻ്റെ രക്ഷിതാക്കൾ, എൻ്റെ സുഹൃത്തുക്കൾ, അവരൊക്കെ അവസ്ഥ എന്തായിരിക്കും? അല്ലേ, അതല്ല ചിന്തിക്കാറ്? അല്ലെ, മരണത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ
ആളുകൾ ഇതൊക്കെയാണ് ചിന്തിക്കുക. പക്ഷേ അവൻ ചിന്തിക്കേണ്ട അവന്റെ അവസ്ഥയാണ്. അവന്റെ കൂടെയുള്ള ആളുകളുടെ അവസ്ഥ അവനെ ബാധിക്കുന്നില്ല. മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ഹാലിലാണ്, അവരവസ്ഥയിലാണ്. അവരുമായി നിനക്കൊരു ബന്ധമില്ല മരണപ്പെട്ടു കഴിഞ്ഞാൽ. അതുകൊണ്ട് മരണം ചിന്തിക്കുമ്പോൾ എൻ്റെ അവസ്ഥ, നിന്റെ അവസ്ഥയാണ് ചിന്തിക്കേണ്ടത്. എൻ്റെ അവസ്ഥ എന്തായിരിക്കും? മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ അവസ്ഥകളാണ് അഭിമുഖീകരിക്കേണ്ടി വരിക? ആ അവസ്ഥകളിൽ എൻ്റെ കാര്യം എന്തായിരിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ വ്യാകുലപ്പെടുന്ന, നമ്മൾ വ്യസനപ്പെടുന്ന നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും കൂട്ടുകാരും ഭാര്യമാരും പെട്ടെന്ന് നമ്മളെ മറക്കും. ഒരു സംശയം വേണ്ട, പെട്ടെന്ന് നമ്മളെ മറക്കും. അതിനുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. ഇത്ര ആളുകളാണ് ഇപ്പം അടുത്ത് ആക്സിഡൻ്റായി അദ്ദേഹവും ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി യാത്ര ചെയ്യുമ്പോൾ ആക്സിഡൻ്റായി അദ്ദേഹത്തിൻ്റെ കുട്ടി മരണപ്പെട്ടു. ചെറിയ കുട്ടിയാണ്, 2 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി. ആ കുട്ടി മരണപ്പെട്ടപ്പോൾ വലിയ പ്രയാസം ഉണ്ടായി. പക്ഷേ ഒരാഴ്ചക്ക് അകം ഞാൻ അദ്ദേഹത്തിനെ സന്ദർശിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം തന്നെ ജീവിതത്തിൽ നടക്കാത്ത രൂപത്തിൽ അദ്ദേഹം പൂർണ്ണമായി നോർമലായ അവസ്ഥയിലാണ്. മറന്നുപോയി. ആ മറവി ഒരിക്കൽ ഒരു നിലക്ക് ഹൈറാണ്. മറന്നിട്ടില്ല എങ്കിൽ ആളുകൾ മാനസിക രോഗികളായിപ്പോവും. ആളുകൾ നമ്മളെ മറക്കും. നമ്മൾ ആരെക്കുറിച്ചാണോ വ്യാകുലപ്പെടുന്നത്, ആരെക്കുറിച്ചാണോ നമ്മൾ ടെൻഷനാകുന്നത്, അവർ നമ്മളെ മറക്കും. അതുകൊണ്ട് അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ല. അവരുടെ കാര്യം നമ്മളെ ബാധിക്കുകയില്ല. നമ്മളെ ബാധിക്കുക നമ്മളെ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ മരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ എന്തൊക്കെ ഈ കാര്യങ്ങളാണ് ഇനി തരണം ചെയ്യേണ്ടി വരുന്നത്, എന്തൊക്കെയാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്? ആ കാര്യങ്ങളിൽ ഉറച്ച രീതിയിൽ നിലകൊള്ളാൻ എൻ്റെ അടുക്കൽ അമലുകളുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പൊ മരണം എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. മരണം എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. ഒന്ന്, ദുനിയാവിൻ്റെ അവസാന സമയം. ദുനിയാവിൻ്റെ അവസാന സമയമാണ് മരണം. പരലോകത്തിലെ ആദ്യ സമയം. അമലുകൾ ചെയ്യുവാനുള്ള അവസരം നഷ്ടപ്പെടുന്നത് മരണത്തോടു കൂടിയാണ്. ഈ 3 കാര്യം, ദുനിയാവിൽ നിന്നുള്ള അവസാന സമയവും പരലോകത്തേക്ക് കടക്കുന്ന ആദ്യ സമയവും അതുപോലെ തന്നെ പ്രവർത്തിക്കാനുള്ള അവസരമെല്ലാം നഷ്ടപ്പെടുന്ന സമയം. ഇതാണ് യഥാർത്ഥത്തിൽ മരണം എന്ന് പറഞ്ഞാൽ. ആ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിലേക്ക് ഒരു മടക്കല്ല. മരണത്തോടുകൂടി പരലോക ജീവിതം, അറ്റമില്ലാത്തൊരു ജീവിതം ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ അമലുകൾ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടും. പിന്നെ അമല് നമുക്കില്ല. അതുവരെ എന്താണോ ചെയ്തത് അതേ നമുക്കുള്ളൂ, അതേ നമുക്കുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എത്ര തന്നെ അമൽ ചെയ്ത ആളും മരണപ്പെട്ടാൽ എന്താ വിചാരിക്കുക? ഒരു നന്മ കൂടി ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്താ വിചാരിക്കുക? ഒരു നന്മ കൂടി ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഒരു സുജൂദ് കൂടി ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ഒരു റക്അത്ത് കൂടി കൂടുതൽ നിസ്കരിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ, കുറച്ചുകൂടി ഖുർആൻ ഓതാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നാണ് എത്ര അമലുകൾ വർദ്ധിപ്പിച്ച ആളുകളും ചിന്തിക്കാതാണ്. മരണപ്പെട്ടു കഴിഞ്ഞാൽ അതോടെ അമലുകൾ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടും. ഇപ്പോൾ നമുക്ക് ആ അവസരം നഷ്ടപ്പെട്ടിട്ടില്ല. പെട്ടെന്ന് തന്നെ ആ അവസരം നഷ്ടപ്പെടും. അതിനു മുമ്പ് ആ അവസരം പരമാവധി നമ്മൾ മുതലെടുക്കണം എന്നുള്ളതാണ്.
മുൻഗാമികളായ സലഫു സാലിഹീങ്ങൾ തിന്മകളുമായി ജീവിച്ചിരുന്ന ആളുകളെ ശരിയാക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും? ഖബറിൻ്റെ അരികിൽ കൊണ്ടുപോകും. ഖബറിൻ്റെ അരികിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ചോദിക്കും, ഈ ഖബറിൻ്റെ ഉള്ളിലുള്ള ആൾ ഇപ്പം എന്തായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക? അപ്പം അവർ പറയും, ഖബറിൽ കിടക്കുന്ന ആൾ ദുനിയാവിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയും ഒരുപാട് നന്മകൾ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യും. അപ്പോൾ അവർ തിരിച്ചു പറഞ്ഞു കൊടുക്കും, സഹോദരൻ, അങ്ങനെയാണെങ്കിൽ അവർ മരിച്ചുപോയി, അവർക്കിനി തിരിച്ചു വരാൻ സാധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ നീ മരണപ്പെട്ടിട്ടില്ല, നിനക്കും നാളെ ഈ അവസ്ഥ വന്നേക്കും. അതുകൊണ്ട് ആ അവസ്ഥ വരുന്നതിന് മുമ്പ് നീ പരമാവധി പ്രവർത്തിക്കുക എന്നവർ പറഞ്ഞു കൊടുക്കും. നമ്മൾ ഖബർ സിയാറത്ത് ചെയ്യുക, ഖബറിൻ്റെ അരികിൽ പോയി നിൽക്കുക, എന്നിട്ട് നമ്മൾ ചിന്തിക്കുക, നാളെ ഞാനും അവിടെ കിടക്കാനുള്ളവനാണ്, എൻ്റെ കയ്യിൽ എന്താണുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂറുൽ ഖുബൂർ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. നിങ്ങൾ ഖബർ സന്ദർശിക്കുക, അത് നിങ്ങളുടെ പരലോക ചിന്ത വർദ്ധിപ്പിക്കും. ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത്ത്, നിങ്ങൾക്ക് മരണം ഓർമ്മിപ്പിച്ചു നൽകും. ഫഇന്നഹാ തുദ്മിഉൽ ഉയൂൻ, നിങ്ങളുടെ കണ്ണുകൾ അത് നനയിപ്പിക്കും. ഫഇന്നഹാ തുലീനുൽ ഖുലൂബ്, നിങ്ങളുടെ ഹൃദയങ്ങൾ അത് ലോലമാക്കും. ഇതിനു വേണ്ടിയാണ് ഖബർ സിയാറത്ത് ചെയ്യേണ്ടത്. ഖബർ സിയാറത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇതിനു വേണ്ടിയാണ്. ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഖബറിൽ പോകേണ്ട ആവശ്യമില്ല. മനസ്സിലായി? മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും ഖബറിൽ പോകേണ്ട ആവശ്യമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്തിൻ്റെ ലക്ഷ്യമായി പഠിപ്പിച്ചതിൽ മരിച്ചുപോയ ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾ ഖബറിൻ്റെ അടിയിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞോ? ഇല്ല. മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഖബറിൻ്റെ അവിടേക്ക് പോകണ്ട, വീട്ടിലിരുന്ന് ദുആ ചെയ്താൽ മതി. വീട്ടിലിരുന്ന് ദുആ ചെയ്താൽ മതി. ഖബർ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്: പരലോക ചിന്ത, മരണചിന്ത വർദ്ധിപ്പിക്കുക, ഹൃദയം ലോലമാക്കുക, കണ്ണ് നനയിപ്പിക്കുക. ഇതാണ് ഖബർ സന്ദർശിക്കേണ്ടതിൻ്റെ ലക്ഷ്യത. ഖബർ സന്ദർശിക്കുകയും ഈ പറഞ്ഞ ലക്ഷ്യങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. ഒരിക്കൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു യുദ്ധം കഴിഞ്ഞ് മദീനയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ബഖീഉൽ ഗർഖദ് ഖബർസ്ഥാനിൻ്റെ അരികിലെത്തിയപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് അസ്സലാമു അലൈക്കും അഹ്ലദ് ദിയാരി മിനൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ അസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അഹ്ലൽ ഖുബൂർ, ഖബറാളികളെ, അൻതും ലനാ സലഫുൻ വലക്കും ലനാ തബഉൻ, നിങ്ങൾ ഞങ്ങൾക്ക് മുൻപേ കടന്നുപോയ ആളുകളാണ്, നിങ്ങൾക്ക് ശേഷം ഞങ്ങളും നിങ്ങളുടെ അരികിലേക്ക് വന്നെത്തുന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അഹ്ലൽ ഖുബൂർ അമ്മൽ അസ്വാജു ഫഖദ് നുകിഹത്, ഖബറാളികളെ, നിങ്ങളുടെ ഭാര്യമാർ, അവരെ മറ്റുള്ള ആളുകൾ വിവാഹം ചെയ്തിട്ടുണ്ട്. വഅമ്മൽ അംവാലു ഫഖദ് ഖുസിമത്, ഖബറാളികളെ, നിങ്ങളുടെ സമ്പാദ്യം അത് മറ്റുള്ള ആളുകൾ വീതം വെച്ചെടുത്തിട്ടുണ്ട്. വഅമ്മദ് ദിയാറു ഫഖദ് സുകിനത്, നിങ്ങളുടെ വീടുകളിൽ മറ്റുള്ള ആളുകൾ കയറി താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
അതുകൊണ്ട് ഖബറാളികളെ, ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള വിശേഷങ്ങൾ ഇതാണ്. എന്നാൽ നിങ്ങൾക്ക് ഞങ്ങളോട് എന്താണ് വിശേഷമായി പറയാനുള്ളത്? എന്നിട്ട് അദ്ദേഹം കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, വല്ലാഹി ലൗ തകല്ലമു ലഖാലു വജദ്ന അന്ന ഖൈറസ്സാദി തഖ്വ. ഈ ഖബറാളികൾക്ക് എങ്ങാനും സംസാരിക്കാൻ സാധിക്കുമായിരുന്നു എങ്കിൽ അവരെല്ലാവരും പറയുമായിരുന്നു, ഇവിടെ ഉപകരിക്കുക തഖ്വ മാത്രമാണ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഖബറിൽ ഉപകരിക്കുക എന്നവർ പറയുമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മരണത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. കഫാ ബിൽ മൗതി വാഇദൻ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്. മരണം മതി യഥാർത്ഥത്തിൽ നമ്മളെ ഉപദേശിക്കാൻ, മരണം മാത്രം മതി. നന്നാവാൻ, ഒരുവന്റെ മനസ്സിനെ സംസ്കരിക്കുന്ന വിഷയത്തിൽ, ഒരുവന്റെ ഹൃദയം ശുദ്ധീകരിക്കാൻ, ഒരുവന്റെ ജീവിതം നന്നാക്കാൻ മരണത്തിനേക്കാൾ നല്ല ഉപദേശകൻ മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കൂലി കൊടുത്ത് ഒരാളെ കൂടെ നിർത്തുമായിരുന്നു. എന്തിന്? മരണത്തിനെ കുറിച്ച് ഓർമ്മിപ്പിച്ച് നൽകാൻ. മരണത്തിനെ കുറിച്ച് മറക്കുമ്പോഴെല്ലാം അതിനെക്കുറിച്ച്, ഉമറെ മരിക്കൂട്ടോ, മരണമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ ഒരാളെ കൂലി കൊടുത്ത് നിർത്തും. ഒരാളെ കൂലി കൊടുത്ത് നിർത്തിയാലും ഒരു കുഴപ്പമില്ല, ഒരു നഷ്ടവുമില്ല. മരണം അതിനെ ആലോചിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മൻ അക്സറ ദിക്റൽ മൗതി ഖല്ല ഹസദുഹു വഫറഹുഹു. ആരാണോ മരണത്തിന്റെ ചിന്ത അധികരിപ്പിക്കുന്നത്, അവന്റെ അസൂയയും നകളിപ്പും ആഹ്ലാദവും എല്ലാം നിന്നുപോകും. എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തിന്റെ സ്മരണ നിങ്ങൾ അധികരിപ്പിക്കുക. അക്സിറു ദിക്റഹാദി മിൻ ലദ്ദാത്ത്. എല്ലാ ആസ്വാദനങ്ങളുടെയും കാര്യങ്ങൾ മുറിച്ചു കളയുന്ന ഒരു കാര്യം എന്താണ്? മരണമാണ്. എത്ര കോടീശ്വരന്മാരാകട്ടെ, എത്ര വലിയ നിഷേധിയാകട്ടെ, എത്ര വലിയ അഹങ്കാരിയാകട്ടെ, മരണത്തിന്റെ മുന്നിൽ അവൻ മുട്ടുമടക്കും. ആ മരണം അവന്റെ എല്ലാ ആസ്വാദനങ്ങളെയും, ആ മരണത്തിന്റെ ചിന്ത തന്നെ അവന്റെ എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിച്ചു, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ലിൽ മൗതി ദിക്റാ വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ ഉലൈകൽ അക്കിയാസ്. ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾ എന്നാൽ മരണത്തിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഓർക്കുന്നവരാണ്. അവിടെ നിർത്തിയില്ല. ഏറ്റവും കൂടുതൽ മരണത്തിനെ കുറിച്ച് ഓർക്കുന്നതിനോടൊപ്പം ഏറ്റവും നന്നായി അതിനുവേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരാണ് മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾ എന്നാണ്. നമ്മൾ ഒരുപാട് മരണത്തിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും, ഓർക്കുന്നുണ്ടാവും, പക്ഷെ അതിനേറ്റവും നന്നായി ഒരുങ്ങാൻ സാധിക്കുന്നുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ മരണത്തിനെ കുറിച്ച് ചിന്ത വർദ്ധിപ്പിക്കുക, അതിനുവേണ്ടി ഏറ്റവും നന്നായി നമ്മൾ ഒരുങ്ങുക, നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, നല്ല കർമ്മങ്ങൾ നമ്മൾ പതിവാക്കുക. നല്ല ഒരു കർമ്മത്തിനെയും നമ്മൾ വില കുറച്ച് കാണാൻ പാടില്ല. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ. ഒരു നന്മയെയും നമ്മൾ വില കുറച്ച് കാണാൻ പാടില്ല. ഒരു സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുകയാണെങ്കിൽ അതുകൂടി സ്വതക്കയാണ്. നാളെ ഖബറിൽ നിനക്ക് ആശ്വാസമായി അതുമാത്രമേ ഉണ്ടാകുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു തിന്മയെയും നിസ്സാരമാക്കുവാൻ പാടില്ല. ചെറിയ തിന്മയല്ലേ എന്ന് പറഞ്ഞ് ഒരു തിന്മയെയും നമ്മൾ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. ചെറിയ തിന്മയാണെങ്കിൽ ആ തിന്മയിലൂടെ നമ്മൾ ധിക്കരിക്കുന്നത് നമുക്ക് എല്ലാ അനുഗ്രഹവും നൽകിയ റബ്ബിനെയാണ്. തിന്മകൾ കൂടുന്നതിനനുസരിച്ച് അത് നമുക്ക് ഖബറിൽ, നാളെ പരലോക ജീവിതത്തിൽ അതിൻ്റെ സുരക്ഷിതത്വത്തെയാണ് ബാധിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. സലഫുകൾ പറഞ്ഞതായി കാണാം, ഞാൻ എൻ്റെ കൂടെ കാലാകാലം ഉണ്ടാകുവാൻ ഒരു സുഹൃത്തിനെ തെരഞ്ഞു നോക്കി. അപ്പോൾ സുഹൃത്തുക്കളെ തെരഞ്ഞു നോക്കിയപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഖബർ വരെ ഉണ്ടാകുള്ളൂ. ഖബറിൽ ഏതെങ്കിലും സുഹൃത്ത് വരുമോ?
ഏതെങ്കിലും ഭാര്യ വരും, എൻ്റെ ഭർത്താവാണല്ലോ ഖബറിൽ കിടക്കുന്നത്, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ കിടക്കട്ടെ എന്ന് അറിയോ, എൻ്റെ ചങ്കാണ്, എൻ്റെ സുഹൃത്താണ്, ഞാൻ ഓൻ്റെ ഒപ്പം കിടക്കട്ടെ, ഓനൊന്നും അവിടെ രാത്രി ഒറ്റക്കാണെന്ന് പറഞ്ഞാൽ ആരെയും കിടക്കാൻ വരുമോ? ആരുണ്ടാകൂല. എല്ലാവരും ഖബർ വരെ ഉണ്ടാക്കുള്ളൂ. ഖബർ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും തിരിച്ചു പോകും. അപ്പൊ ഞാൻ ഖബറിൽ കൂടെ കിടത്താൻ പറ്റിയ ഒരു കൂട്ടുകാരനെ തെരഞ്ഞു നോക്കിയപ്പോൾ ഖബറിൽ എനിക്കുണ്ടാകുന്ന കൂട്ടുകാരൻ എന്നാൽ അമലുകൾ മാത്രമാണ്, നല്ല അമലുകൾ മാത്രമാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. എന്നിട്ട് അമലുകളെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചു, നല്ല അമലുകളെ. അല്ലെ, ഒരു മുഅ്മിനായ വ്യക്തി അവൻ മരിച്ചു കഴിഞ്ഞാൽ മലക്കുകൾ വന്ന് ചോദ്യം ചോദിച്ചു പോയി കഴിഞ്ഞാൽ നല്ല മുഖമുള്ള, നല്ല വസ്ത്രം ധരിച്ച, നല്ല സുഗന്ധമുള്ള ഒരാൾ അവൻ്റെ അരികിലേക്ക് കടന്നു വരും. എന്നിട്ട് അവനോട് സന്തോഷമുള്ള വാക്കുകൾ പറയും. അപ്പൊ ഈ മുഅ്മിനായ വ്യക്തി ചോദിക്കും, ആരാണ് നീ? നല്ല കണ്ടുപരിചയം ഉണ്ടല്ലോ, നിന്നെ കാണുമ്പോൾ തന്നെ വല്ലാത്ത ആശ്വാസം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അയാൾ പറയും, ഞാൻ നീ ചെയ്ത നല്ല അമലുകളാണ്, നീ സ്വസ്ഥമായി വിശ്രമിച്ചു കൊള്ളുക എന്ന് പറയും. നേരെ തിരിച്ചാണെങ്കിലോ, തിന്മകളും ഹറാമുകളും തെമ്മാടിത്തരങ്ങളും ചെയ്ത് അള്ളാഹുവിനെ ധിക്കരിച്ച് മരണപ്പെട്ടയാൾ, അവന് മലക്കുകൾ വന്ന് ചോദിക്കും, ഉത്തരം പറയാതെ മലക്കുകളിൽ നിന്ന് അവൻ്റെ മുതുകത്തും അവൻ്റെ മുഖത്തും എല്ലാം മർദ്ദനങ്ങൾ ഏൽക്കും. എന്നിട്ട് മലക്കുകൾ പോകും. അപ്പോഴതാ കറുകറുത്ത ഇരുണ്ട മുഖമുള്ള ദുർഗന്ധവുമായി പേടിപ്പെടുത്തുന്ന രൂപത്തിൽ ഒരാൾ കടന്നു വരും. എന്നിട്ട് മോശമായ വാക്കുകൾ പറയും, ഇവനെ ഭീതിപ്പെടുത്തും. അപ്പൊ ഇവൻ ചോദിക്കും, ആരാണ് നീ? എന്നെ കാണുമ്പോൾ തന്നെ പേടിയാകുന്നു, ആരാണ്? അയാൾ പറയും, ഞാൻ നീ ചെയ്ത മോശമായ തിന്മകളാണ്, അതുകൊണ്ട് നീ ഇവിടെ ശിക്ഷയിൽ അമർന്ന് കടന്ന് അരിയുക എന്ന് അയാൾ പറയും. അതുകൊണ്ട് ഒരു നന്മയെ നമ്മൾ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല, ഒരു തിന്മയെയും നമ്മൾ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. നമ്മൾ നന്മകളിലായി ജീവിച്ചു കഴിഞ്ഞാൽ ആ നന്മകളിലായിട്ടായിരിക്കും നമ്മൾ മരിക്കുക. നന്മകൾ ശീലിച്ചുകൊണ്ട്, 5 വക്ത് നിസ്കാരം നിലനിർത്തിക്കൊണ്ട്, സുന്നത്തുകൾ നിലനിർത്തിക്കൊണ്ട്, നല്ല വസ്ത്രധാരണം സ്വീകരിച്ചുകൊണ്ട്, ഇസ്ലാമിൻ്റെ അടയാളങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, ഹലാല് മാത്രം ഭക്ഷിച്ചുകൊണ്ട്, കണ്ണുകൾ താഴ്ത്തിക്കൊണ്ട്, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, നന്മകൾ, സുന്നത്തായ നിസ്കാരങ്ങൾ, സുന്നത്തു നോമ്പുകൾ, രാത്രി നിസ്കാരം, ഇങ്ങനെയുള്ള നന്മകൾ ശീലിച്ചു ഒരുവൻ അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ അവൻ്റെ മരണവും അത്രമേൽ നല്ല രൂപത്തിനായിരിക്കും. അങ്ങനെ അവൻ മരണപ്പെട്ടാൽ പരലോകത്ത് നല്ല രൂപത്തിൽ അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. നന്മകളിൽ നമ്മൾ ജീവിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് നിരന്തരം അധികരിപ്പിച്ചാൽ അത് മരണസന്ദർഭത്തിൽ ഉരുവിടാനുള്ള തൗഫീഖ് നമുക്ക് ലഭിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നും ചൊല്ലാതെ, അതിനെക്കുറിച്ചൊന്നും ഒരു അറിവുമില്ലാതെ നമ്മൾ ജീവിച്ചാൽ മരണസന്ദർഭത്തിൽ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ നമുക്ക് പറ്റുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയാണോ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്നത്, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ്. നമുക്ക് തോന്നുന്നുണ്ടോ മരണത്തിന്റെ സന്ദർഭത്തിൽ പെട്ടെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റും? നമുക്ക് തോന്നുന്നുണ്ടോ? ഏറ്റവും എളുപ്പമുള്ള വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എളുപ്പമുള്ള വാക്കായിട്ട് കൂടി നമ്മൾ പൂർണ്ണ ആരോഗ്യവാന്മാരായിരിക്കെ നമ്മൾ എത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക. മരണത്തിന്റെ വേള എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ഒരുവൻ തരണം ചെയ്യുന്ന ഏറ്റവും കടുപ്പമുള്ള സാഹചര്യം എന്നാൽ മരണത്തിന്റെ സാഹചര്യമാണ്. അതുപോലെ അത്രയും പ്രയാസമുള്ള ഒരു സാഹചര്യം മനുഷ്യൻ ദുനിയാവിൽ തരണം ചെയ്യില്ല. ശൈത്താൻ പരമാവധി അവനെ പിന്തിരിപ്പിക്കാൻ നോക്കും. മലക്കുകളെ കാണും, പേടിയുണ്ടാകും, ശാരീരികമായി അസ്വസ്ഥതകളും തളർച്ചയും വേദനയും ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ഇന്നലിൽ മൗതി സകറാത്ത്, മരണത്തിന് വലിയ വേദനയാണുള്ളത്. ആ സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണമെങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് നമ്മൾ ജീവിക്കണം.
ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നമുക്ക് ശീലമുണ്ടാകണം. ഒരു ശീലവുമില്ലാതെ, അത് ജീവിതത്തിലില്ലാതെ പെട്ടെന്ന് മരിക്കണ സന്ദർഭത്തിൽ എളുപ്പത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാം എന്ന് ആരും വിചാരിക്കേണ്ടതില്ല. അതുകൊണ്ട് നമ്മൾ പരമാവധി നന്മകൾ അധികരിക്കുക. ഇത്ര കാലം എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല, ഇത്ര കാലം നമ്മൾ ചിലപ്പോൾ തിന്മകളിലായിട്ടായിരിക്കും ജീവിക്കുക. ദീനിൻ്റെ കാര്യം അധികം ഉൾക്കൊള്ളാതെ ആയിരിക്കും ജീവിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇനി അങ്ങോട്ട് എങ്ങനെയെന്ന് നമ്മൾ തീരുമാനിക്കണം. ഇനിയുള്ളത് നന്നാക്കിയാൽ മുൻപ് കഴിഞ്ഞു പോയ തിന്മകൾ അല്ലാഹു നമുക്ക് പുറത്തു തരും. ഇനിയുള്ളത് നന്നാക്കിയില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞു പോയതിൻ്റെയും വരാനിരിക്കുന്നതിൻ്റെയും പേരിൽ നമ്മൾ പിടികൂടും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, പ്രവർത്തനങ്ങൾ അതിൻ്റെ അവസാനം നോക്കിയാണ് പരിഗണിക്കുക. ഒരുവൻ ഒരു 100 കൊല്ലം ജീവിക്കുന്നു എന്ന് കരുതുക, 90 കൊല്ലവും അവൻ തിന്മയിലായിക്കൊണ്ടാണ് ജീവിച്ചത്. അവസാനത്തെ കുറച്ച് സമയം അവൻ എന്ത് ചെയ്തു? നന്മകൾ ചെയ്താൽ അവൻ 90 കൊല്ലം മോശമായി ജീവിതത്തെ അല്ലാഹു പരിഗണിക്കില്ല, അവൻ്റെ അവസാനമാണ് പരിഗണിക്കുക. അതുപോലെ തന്നെയാണ് ഒരുവൻ 90 കൊല്ലം ഇസ്ലാമിലും ദീനിലും തൗഹീദിലും ഇബാദത്തുകളിലുമായി ജീവിച്ചു, പക്ഷേ അവസാന കാലഘട്ടത്തിൽ പിഴച്ചുപോയാൽ അത്രയും കാലം നന്മ ചെയ്തത് പരിഗണിക്കപ്പെടുകയില്ല, അവസാനമാണ് പരിഗണിക്കപ്പെടുക. അതുകൊണ്ട് അവസാനം നന്നാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. നമ്മളുടെ അവസാനം ഏത് സന്ദർഭത്തിലുമായിരിക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. മരണത്തിനെ കുറിച്ച് ചിന്തിക്കുന്നതിനോടൊപ്പം മരണത്തിനു വേണ്ടി തയ്യാറെടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅല വഅലം. സ്വല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.